രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് താങ്കൾ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആൾക്കാരിങ്ങനെ അല്ല, വളർത്തിക്കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സെക്കൻഡ് റോയെ, ഒരു തേർഡ് റോയെ വളർത്തിയെടുക്കാൻ വലിയ പങ്ക് കഴിഞ്ഞ 5 വർഷം വഹിച്ചിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളുകളാണ്, മിടുക്കരായിട്ടുള്ള ആളുകളാണ്, സംശയമൊന്നുമില്ല. അവർ നല്ല കഴിവുള്ള അവർ. ഞാൻ പറയാറുണ്ടല്ല, എന്നെയും ബൈപ്പാസ് ചെയ്ത് പോകുമായിരുന്നു വലിയ കാലമില്ലാതെ. അത്രയും മിടുക്കരായിട്ടുള്ള ആളുകളല്ല, നല്ലൊരു ടീമാണുള്ളത്. അതിലൊരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു. കേസ് വന്നപ്പോൾ ഞങ്ങളത് ഗൗരവതരമായി ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ ടീമായി എടുത്ത തീരുമാനമാണ്. ടീമായി എടുത്ത തീരുമാനം എല്ലാവരും അതെ അത് പറയണം. ഞാൻ അവസാനം എൻ്റെ തലയിൽ മാത്രമായി. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്രയാസത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. അവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ ഒരാളാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അയാൾ ആ തീരുമാനം എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. തീരുമാനം എടുത്തു ഇല്ലേ, ആ തീരുമാനം എടുത്തു, അതിൽ ഉറച്ചു നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അറ്റാക്ക് എനിക്കെതിരായിട്ടുണ്ടായി. ഞാൻ ഈ തീരുമാനം എടുത്തതിന് ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെ ആക്ഷേപിക്കുകയായിരുന്നു കംപ്ലീറ്റ്. കുറേ ആളുകൾ വന്നു, കുറേ ആളുകൾ ആരാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയ വന്നത് അറ്റാക്ക് ചെയ്താലൊന്നും നമ്മുടെ തീരുമാനം ഡൈലൂട്ട് ചെയ്യാൻ പാടില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചങ്ക് പൊട്ടിയിട്ട് തീരുമാനം എടുത്തെന്ന് പറയുന്നത്. വിഷമം ഉണ്ടാവും നമുക്ക്. പക്ഷെ അത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അതെന്താണ്, അത് അങ്ങനെ തീരുമാനം എടുത്തു, ഒറ്റപ്പെട്ട സംഭവം. അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ലല്ലോ. ഒരുപാട് വേറെ ഒരുപാട് ആളുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരുപാട് ആളുണ്ടല്ലോ, ഒരാളല്ലല്ലോ. ആളുണ്ടായിരുന്നു, ഫ്രണ്ടിലുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് എത്രയും വിഷമം അനുഭവിച്ച ജീവിതത്തിൽ തന്നെ, രാഷ്ട്രീയ ജീവിതത്തിൽ അത്രയും വിഷമം അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നതിലൊരു പാളിച്ച സംഭവിക്കുന്ന അതല്ലല്ലോ, നമുക്ക് അതൊന്നും നോക്കിയിട്ടല്ലല്ലോ. നമ്മൾ അവരുടെ പൊട്ടൻഷ്യലായിട്ട് നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു. ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുവോ, കള്ളു കുടിക്കുവോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊന്നും നമുക്കങ്ങനെ ആരെപ്പറ്റിയും അവരുടെ ജാതകമൊന്നും അന്വേഷിച്ച് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ നോക്കുന്നത് അവർ മിടുക്കരാണോ, അവർ കഴിവുള്ളവരാണോ, നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാണോ, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നവരാണോ, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നവരാണോ എന്നല്ലേ നോക്കുള്ളൂ. അതൊക്കെ നമുക്ക് പറയണ്ട, അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എത്ര ഇനി ഒരു തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ കേസ്? വരട്ടെ, പൊളിറ്റിക്സ് അല്ലേ, വരട്ടെ. നമ്മളൊന്നിനും ഒരു അവസാനം ഇല്ലല്ലോ.